ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ഹൽവയുടെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കൊണ്ട് നല്ലൊരു ഹൽവ നോക്കാം. ഒരു തരം പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഒരു ഹൽവ. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കെടുക്കാം. നമുക്ക് ജ്യൂസല്ല, അതിൻ്റെ ഇതും ചണ്ടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് അതോടെ മൊത്തത്തിലായിട്ടാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് അളവിൽ ജ്യൂസ് ഉണ്ട്. അപ്പോൾ 1 കപ്പായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഏകദേശം 1/2 കപ്പോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഈ മിക്സ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, അതായത് നമ്മൾ 1 കപ്പ് ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തത്, അതുകൊണ്ട് നമ്മൾ 3/4 കപ്പാണ് പഞ്ചസാര ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാര ഉരുകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, കുറച്ച് വെള്ളം മതിയായിരിക്കും. അതിനുശേഷം ഒരു രുചിക്ക് വേണ്ടി നമുക്ക് ഒരു ഏലക്കായും ഇട്ട് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് കൈ എടുക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വിട്ട് വരുന്ന ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, നമ്മൾ നെയ്യ് പോലും ചേർക്കാതെ നല്ല ഗ്ലേസിങ് ആണ്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നമ്മൾ നട്ട്സ്, എന്ത് നട്ട്സൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ, നമുക്ക് ആ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ. അതിനുശേഷം ഒരു ഇച്ചിരി കൂടെ ഒരു വിട്ട് വരുന്ന ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ കുറേശ്ശെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തേരം നെയ്യ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്കിത്, ഇപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണേൽ ഇങ്ങനെ ചൂടോടെയും കഴിക്കാം, അല്ലെങ്കിൽ സെറ്റാക്കിയിട്ടും കഴിക്കാം. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സെറ്റിംഗ് ട്രേ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു ചെറിയ സ്റ്റീൽ പ്ലേറ്റിൻ്റെ അകത്തേക്കാണ് മാറ്റിയത്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൽവ എടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കമൻറ്റ് ഇടുക.